നീ പറഞ്ഞത് ശരിയാണ് സാന്ദ്ര. എൻ്റെ ഏറെ നാളത്തെ കാത്തിരിപ്പും സ്വപ്നവും ഒക്കെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ. പിന്നെ വിവാഹം കഴിയുന്നതോടെ അനന്തവേട്ടനിൽ എനിക്ക് പൂർണ്ണ അധികാരവും അവകാശവും ഒക്കെ ഉണ്ടാകും. ഇപ്പോഴത്തെ അനന്തവേട്ടൻ്റെ ഈ തിരക്കും ഓട്ടൊക്കെ എൻ്റെ കൂടി നിയന്ത്രണത്തിലായിരിക്കും പിന്നെ അങ്ങോട്ട്. അതായത് അനന്തവേട്ടനെ നീ നിൻ്റെ അടിമയാക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ആ, അങ്ങനെയും പറയാം. അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഓർഫനേജിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. ഓഫീസ് റൂമിലെ ഏറ്റവും മുതിർന്ന സിസ്റ്ററെ കണ്ട് ക്ഷണക്കത്ത് നൽകി അവരെയെല്ലാം വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തതോടെ അമ്മാമ്മ ഏൽപ്പിച്ച തൻ്റെ കടമ പൂർണ്ണമായും നിർവഹിച്ചു എന്ന ആശ്വാസത്തോടെ ഭദ്രയും കൂട്ടുകാരികളും അവിടെ നിന്നും ഇറങ്ങി. ചിരിച്ചും തമാശകൾ ആസ്വദിച്ചും അവർ ഓർഫനേജിൻ്റെ വരാന്തയിലൂടെ നടന്നു പോകുന്നതിനിടയിലാണ് അവിടുത്തെ ഗാർഡനിൽ വെള്ളം നനച്ചുകൊണ്ട് നിൽക്കുന്ന വേദയെ അവൾ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഒരു നിമിഷം ആ കാഴ്ച അവൾക്ക് വിശ്വസിക്കാനായില്ല. ഒരുപക്ഷെ ഇതെല്ലാം തൻ്റെ തോന്നലായിരിക്കുമോ എന്നറിയാനായി ഭദ്ര അവളെ തന്നെ കണ്ണെടുക്കാതെയൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നാൽ അത് തൻ്റെ തോന്നലല്ല, സത്യം തന്നെയാണെന്ന് ഉറപ്പു വന്നപ്പോൾ അവളുടെ ഉള്ളിൽ അമർന്നു കിടന്നിരുന്ന ദേഷ്യമെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഇവളെങ്ങനെയാ ഇവിടെ എത്തിയത്? അന്ന് ആനന്ദേട്ടനല്ലേ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോവാണെന്ന് പറഞ്ഞത്? പിന്നെ പിന്നെ ഇവളെങ്ങനെ ഇവിടെ എത്തി? ഭദ്രയുടെ സംശയങ്ങൾ കാടുകയറി തുടങ്ങിയപ്പോൾ തൻ്റെ ക്ഷമയെ പരീക്ഷിക്കാൻ പിന്നീട് അവൾ മെനക്കെട്ടില്ല. അവളോട് തന്നെ നേരിട്ടെല്ലാം ചോദിക്കാമെന്ന ഭാവത്തിൽ കണ്ണുകൾ കൂർപ്പിച്ച് ഭദ്ര അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു. അപ്പോഴും തൻ്റെ അരികിൽ അവൾ വന്നു നിന്നതറിയാതെ വേദ ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടേയിരുന്നു. എടി! ആ വിളിയുടെ നടുക്കത്തിൽ വേദ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ണു തുറപ്പിച്ച് ഭദ്ര അവിടെ നിൽക്കുന്നത് അവൾ കണ്ടത്. ചേച്ചി! അവൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവളെയൊന്ന് വിളിച്ചു. ആരാടി നിന്റെ ചേച്ചി? അങ്ങനെ വഴിയെ പോകുന്നവരൊന്നും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ അന്തുവേട്ടൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കിയെന്നാണല്ലോ എല്ലാവരോടും പറഞ്ഞത്. പിന്നെ നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? എന്താ നിന്റെ ബന്ധുക്കളെന്ന് പറയുന്നവരൊക്കെ ചത്തുപോയോടി? അല്ല, ആരും നോക്കാനില്ലാത്ത വരുമ്പോഴാണല്ലോ എല്ലാവരും അനാഥാലയത്തിലേക്ക് അഭയം പ്രാപിക്കുന്നത്. അങ്ങനെ വല്ല ദുരന്തവും നിന്റെ ജീവിതത്തിലും സംഭവിച്ചോടി? ഭദ്രയുടെ ചോദ്യങ്ങളിലെ പരിഹാസവും മൂർച്ചയും കൂടി വന്നപ്പോൾ വേദയ്ക്കത് കേട്ടു നിൽക്കാനായില്ല. ആരുമില്ലാത്തത് കൊണ്ടാണല്ലോ തനിക്കിതെല്ലാം കേൾക്കേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ കണ്ണുകളാകെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്നാൽ ആ കാഴ്ച കണ്ടപ്പോൾ ഭദ്ര നിശബ്ദമായി ഉള്ളിൽ ഊറിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു കന്യാസ്ത്രീ അവരുടെ അടുത്തേക്ക് നടന്നു വന്നത്. കരഞ്ഞു നിൽക്കുന്ന വേദയെ കണ്ടപ്പോൾ പെട്ടെന്ന് അവർ കാര്യം തിരക്കിയെങ്കിലും വേദ ഒന്നും പറയാതെ വേഗം അകത്തേക്ക് ഓടിക്കയറിപ്പോയി. കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ വേദ എന്ന പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയെടുത്തവരാണ് ഓർഫനേജിൽ ഉള്ളവരെല്ലാം. അവൾ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കില്ലെന്ന് അവർക്കും നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കന്യാസ്ത്രീ പെട്ടെന്ന് ഭദ്രയോട് കാര്യം തിരക്കിയത്. എന്താ കുട്ടി, എന്തുണ്ടായി? വേദ എന്തിനാ ഇവിടുന്ന് കരഞ്ഞോടിയത്? ആർക്കറിയാം. ഓർഫനേജിൽ പുതിയൊരാളെ കണ്ടപ്പോൾ എന്താ ഏതാണെന്നൊക്കെ ഞാനൊന്ന് തിരക്കിപ്പോയി. അത് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതിനാ അവൾ കരഞ്ഞ് നിലവിളിച്ച് അകത്തേക്ക് ഓടിക്കയറിപ്പോയത്. കണ്ടാലറിയാം അവൾക്ക് ഭയങ്കര ജാടയാണെന്ന്. എവിടുന്ന് കിട്ടി സിസ്റ്ററെ ഇങ്ങനെ ഒരെണ്ണത്തിനെ? അനാഥാലയത്തിലാണ് നിൽക്കുന്നതെങ്കിലും അവൾക്ക് അഹങ്കാരത്തിന് കുറവൊന്നുമില്ലെന്ന് ഇതോടെ മനസ്സിലാക്കാൻ പറ്റി. ഹേയ്, ആ കുട്ടി അത്ര അഹങ്കാരിയൊന്നും അല്ല. കുട്ടിക്ക് വെറുതെ തോന്നിയതാകും. അവൾ ഇവിടേക്ക് വന്നിട്ട് അധിക നാളൊന്നും ആയിട്ടില്ലെങ്കിലും ഇവിടെയുള്ളവർക്കൊക്കെ അവൾ വലിയ കാര്യാ. എല്ലാവരോടും നല്ല വിനയവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് വേദ. അനന്തകുഞ്ഞ് ഇവിടെ നിർത്തിപ്പോകുമ്പോഴുള്ളതിനേക്കാൾ ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. പെട്ടെന്ന് അത് കേട്ടതും സംശയത്തോടെ ഭദ്രയൊന്ന് സ്തംഭിച്ചു നിന്നു. സിസ്റ്റർ ഇപ്പം എന്താ പറഞ്ഞേ? അനന്തവേട്ടനാണ് അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നോ? അതെ. ആരോരുമില്ലാത്ത പെൺകുട്ടിയാണെന്നും അവൾക്കിവിടെ അഭയം നൽകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനോ എതിര് പറയാനോ തോന്നിയില്ല. വേദയെ പോലെ ഒരുപാട് അനാഥ കുട്ടികളുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൈലാസത്തിലുള്ളവരാണ് ചെയ്യുന്നത്.
അവരുടെ കാരുണ്യവും സ്നേഹവും കൊണ്ടാ ഈ അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതെ ഇന്ന് ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ നന്ദി ഞങ്ങൾക്കെല്ലാവർക്കും എന്നും ഉണ്ടാവും. അവർ അതും പറഞ്ഞ് ഒരു നെടുവീർപ്പിട്ട ശേഷം അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഭദ്രയുടെ മനസ്സാകെ തിളച്ചു മറിയുകയായിരുന്നു. ഇത്രയും നാൾ അന്തുവേട്ടൻ തന്നെ മനഃപൂർവ്വം പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന തോന്നൽ അവളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിൽക്കാൻ അവളുടെ കാലുകൾക്ക് അന്നേരം ശക്തിയുണ്ടായിരുന്നില്ല. അന്തുവേട്ടനോടും അനാഥ പെണ്ണിനോടുള്ള ദേഷ്യം പെട്ടെന്ന് ആരെയും അറിയിക്കാതെ അവൾ ഉള്ളിൽ ഒതുക്കി പിടിച്ചു നിന്നാണ് കൂട്ടുകാരികളോടെല്ലാം യാത്ര പറഞ്ഞ് ടൂ വീലർ എടുത്തുകൊണ്ട് കാറ്റ് വേഗത്തിൽ അവിടെ നിന്നും പുറപ്പെട്ടത്. വിവാഹക്ഷണം കഴിഞ്ഞാൽ ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്നൊക്കെ വാക്ക് നൽകിയ ഭദ്രയ്ക്ക് പെട്ടെന്ന് ഇതെന്തു പറ്റിയെന്നറിയാതെ സാന്ദ്രയും മറ്റു ഫ്രണ്ട്സുകളും അന്നേരം പരസ്പരം ആശയക്കുഴപ്പത്തോടെ ഒന്ന് മുഖത്തേക്ക് നോക്കി. കൈലാസത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് ഭദ്ര ടൂ വീലറുമായി ചെന്ന് നിന്നപ്പോൾ അവളുടെ കണ്ണുകളാകെ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തിരുന്നു. വണ്ടി അവിടെ നിർത്തിയിട്ട ശേഷം ഒരു ഭ്രാന്തിയെ പോലെ അവൾ അകത്തേക്ക് കയറി ചെന്ന് ഉറക്കെ വിളിച്ചു, അനന്തുവേട്ടാ. പതിവിലും വ്യത്യസ്തമായി ഭദ്രയുടെ ശബ്ദം അവിടമാകെ മുഴങ്ങി കേട്ടപ്പോൾ കൈലാസത്തിലുള്ളവരെല്ലാം ഒന്നൊന്നായി പുറത്തേക്ക് ഇറങ്ങി വന്നു. അടുക്കളയിൽ നിന്നും രേണുകയും മൃദുലയും ഇറങ്ങി വന്നപ്പോൾ മുകളിൽ നിന്നും സ്റ്റെയർ കേസ് ഇറങ്ങി അച്ചുവും അനന്തവും താഴേക്കിറങ്ങി. അകത്തെ റൂമിൽ കണക്കുകളെല്ലാം പരിശോധിക്കുന്ന തിരക്ക് മാറ്റിവെച്ച് വിശ്വംഭരനും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭദ്രയാകെ കരുതുള്ളി അവിടെ നിൽക്കുകയായിരുന്നു. കാര്യം എന്തെന്നറിയാതെ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്നാൽ അപ്പോഴും ഭദ്രയുടെ നോട്ടം അനന്തുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു നിന്നത്. അവളുടെ ആ നിൽപ്പും ഭാവവും എല്ലാം കണ്ടപ്പോൾ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വംഭരന് തോന്നി. പെങ്ങളുടെ മകളോടുള്ള വാത്സല്യം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് കാരണം അവളുടെ മുഖമൊന്ന് വാടിയാൽ അയാൾക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. അവൾ ഒരു കാര്യത്തിലും സങ്കടപ്പെടുന്നത് അയാൾക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യം തിരക്കാൻ ആദ്യം അവളുടെ അടുത്തേക്ക് ചെന്നത് അയാൾ തന്നെയായിരുന്നു. ഭദ്രേ, എന്താ മോളെ നിനക്ക് പറ്റിയത്? നിന്റെ മുഖമാകെ വാടി തളർന്നിരിക്കണല്ലോ. എന്തു പറ്റി കുട്ടി നിനക്ക്? പറ്റിക്കുകയായിരുന്നു അമ്മാമ്മേ നമ്മളെയൊക്കെ ഈ അനന്തുവേട്ടൻ. എല്ലാവരോടും കള്ളം പറഞ്ഞ് ഇതുവരെ പറ്റിക്കുകയായിരുന്നു ഇയാള്. പറ്റിക്കേ? എന്തിന്? മോൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യം അമ്മാമ്മേ. അനന്തുവേട്ടൻ കുറച്ച് ദിവസം മുന്നേ ഒരു പെണ്ണിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നില്ലേ, ഒരു വേദ. അവളിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആ കുട്ടിയെ അതിൻ്റെ വീട്ടിലേക്കല്ലേ അനന്തു വന്ന് കൊണ്ടുവിട്ടത്? അമ്മ രേണുവിൻ്റെ മറുപടി പെട്ടെന്നായതും ഭദ്ര പുച്ഛത്തോടെ അനന്തുവിനെ ഒന്ന് നോക്കി. അങ്ങനെയാണ് അനന്തുവേട്ടൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അല്ലല്ല, എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ശരിക്കും അവളെ അനന്തുവേട്ടൻ കൊണ്ടുവിട്ടത് സെൻറ് മേരീസ് ഓർഫനേജിലേക്കാണ്. അവളെ അവിടെ താമസിപ്പിക്കുകയും ആവശ്യത്തിനൊക്കെ ചെന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ളവരും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അമ്മാമേ എനിക്ക്. ഭദ്രേ. കേട്ടതൊന്നും ഇഷ്ടപ്പെടാത്ത ഭാവത്തിൽ പെട്ടെന്ന് അയാൾ കണ്ണു തുറപ്പിച്ച് അവളെ ഒന്ന് നോക്കി. എൻ്റെ മക്കളേക്കാൾ കൂടുതൽ വാത്സല്യവും സ്നേഹവും ഞാൻ എപ്പോഴും കാണിച്ചിരിക്കുന്നത് നിന്നോടാണ്. ആ സ്വാതന്ത്ര്യം എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസായി നീ കരുതരുത് മോളെ. ഇല്ല അമ്മാമ്മേ, ഞാൻ പറയുന്നത് കള്ളമൊന്നുമല്ല. എനിക്കറിയാം അമ്മാമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന്. പക്ഷേ ഞാൻ ഈ പറയുന്നത് സത്യമാണോ അല്ലേ എന്ന് അനന്തുവേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം അമ്മാമ്മ. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിക്കൊള്ളും. എല്ലാ മനസ്സുകളിലേക്കും സംശയത്തിൻ്റെ വിത്തുകൾ പാകിയിട്ടതിൻ്റെ നിർവൃതിയിൽ അവൾ വീണ്ടും അനന്തുവിനെ ഒന്ന് തുറച്ചു നോക്കി. ഭദ്രയുടെ വെളിപ്പെടുത്തലിന് ശേഷം അടുത്ത ചോദ്യങ്ങൾ ഇനി തൻ്റെ നേർക്കാണെന്ന് മനസ്സിലാക്കിയ അനന്തു ഉടനെ സ്റ്റെയർ കേസ് ഇറങ്ങി വേഗം താഴേക്ക് വന്നു. കുറെ നേരമായാലോ നീ ഇവിടെ കിടന്ന് ചിലയ്ക്കാൻ തുടങ്ങിയിട്ട്. സത്യത്തിൽ എന്താ നിനക്ക് വേണ്ടത്? എന്താ നിന്റെ പ്രശ്നം? അത് ശരി, അപ്പോൾ ഇത്രയൊക്കെ ഞാൻ തൊണ്ട കീറി വിളിച്ചു പറഞ്ഞിട്ടും അനന്തുവേട്ടന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? എന്തിനാ ആ നാശം പിടിച്ചവളെ ആരെയും അറിയിക്കാതെ അനന്തുവേട്ടൻ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? എന്തിനാ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നത്? പറ. ഇതിനൊക്കെയുള്ള ഉത്തരം കിട്ടിയാലേ ഈ ഭദ്ര ഇവിടുന്ന് ഇറങ്ങിപ്പോവുള്ളൂ. ഇത്രയും കാലം നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്നവളാ ഈ ഭദ്ര. ആ എന്നെ ഒരു നോക്ക് കാണാനോ വിളിക്കാനോ അനന്തുവേട്ടന് സമയമില്ല. ഇപ്പോൾ എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾക്ക് വേണ്ടി അനന്തുവേട്ടൻ ഇഷ്ടംപോലെ സമയം ചെലവാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഈ ഭദ്ര ഒന്നും പറയാതെ മിണ്ടാതെ ഒരു മൂലയിലിരിക്കുമെന്നാണോ അനന്തുവേട്ടൻ കരുതിയത്?
എനിക്കറിയണം ഇപ്പോൾ അൻവേട്ടൻ്റെ ജീവിതത്തിൽ എനിക്കാണോ അതോ അവൾക്കാണോ സ്ഥാനം എന്നുള്ളത്. ഇതിനൊരു ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അത്രയ്ക്ക് വാശിയാണോ നിനക്ക്? ആണെന്ന് കൂട്ടിക്കോ അനന്തുവേട്ടൻ. എന്താ, അതിനുള്ള അവകാശം ഇല്ലേ എനിക്ക്? അവകാശം അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഭദ്രേ? ഈ ഞാനും കൂടി അതിന് സമ്മതിക്കേണ്ടേ? ശരിയാ, നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. വേദയെ ഞാൻ ഓർഫനേജിൽ താമസിപ്പിച്ചു. അവളെ ചെന്ന് കാണുന്നു എന്നതും സത്യമാണ്. അതിനൊക്കെ ചില കാരണങ്ങളുണ്ടെന്ന് കൂടി കൂട്ടിക്കോ. അങ്ങനെ എല്ലാ കാരണങ്ങളും നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഈ അനന്തനാരായണന് തൽക്കാലം വന്നിട്ടില്ല. എനിക്ക് ശരിയാണെന്ന കാര്യം മാത്രമേ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അത് ചോദ്യം ചെയ്യാൻ ഞാൻ ആരെയും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടില്ല. അവളുടെ കണ്ണുകളിലേക്ക് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവനത് പറയുമ്പോൾ കൈലാസത്തിലുള്ളവരെല്ലാം ഒരുപോലെ നിശ്ചലരായി നോക്കി നിൽക്കുകയായിരുന്നു. നീ ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവൾക്ക് അവകാശമില്ലേ അനന്തു? ഭദ്രയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിശ്വംഭരൻ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അനന്തു ഒരു നിമിഷം നിശബ്ദനായി നിന്നു. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? നിനക്ക് ശരിയെന്നുള്ളത് നീ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അത് ശരിയാണെന്ന് അംഗീകരിക്കാൻ കഴിയണം അനന്തു. അതുകൊണ്ട് ആ പെണ്ണിനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇനി അതിലൊരു തർക്കം ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ വിവാഹം അടുത്തിരിക്കുകയാണെന്ന കാര്യം ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഇനിയും ഭദ്രമോൾക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ നോക്കണം അനന്തു. ആ പെണ്ണിന് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പ്രശ്നം തീർക്കാൻ നോക്കണം. അതിൻ്റെ പേരിൽ നീ ഇനി അവളെ ചെന്ന് കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് കൈലാസത്തിലെ വിശ്വംഭരൻ്റെ ആജ്ഞയാണെന്ന് കൂട്ടിക്കോ. അയാൾ ഇരു കൈകളും പിന്നിലേക്ക് കെട്ടി തല നിവർത്തി പിടിച്ച് അവനെ നോക്കി അത് പറയുമ്പോൾ അനന്തവും ഭയമില്ലാതെ അയാൾക്ക് മുമ്പിൽ തന്നെ നിന്നു. ക്ഷമിക്കണം അച്ഛാ, അച്ഛനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. വേദയെ തൽക്കാലം എനിക്ക് അവിടെ നിന്നും മാറ്റാൻ സാധിക്കില്ല. അവളെ സഹായിക്കാതിരിക്കാനും എനിക്ക് കഴിയില്ല. കാരണം അവളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് പണത്തേക്കാൾ ഏറെ ആവശ്യം കൂടെ നിൽക്കാൻ ഒരാളുണ്ടാകണം എന്നതാണ്. സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരു പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥ തിരിച്ചറിഞ്ഞ എനിക്ക് തൽക്കാലം അവളുടെ കൂടെ നിന്നേ പറ്റൂ അച്ഛാ. അപ്പോൾ നിനക്ക് എൻ്റെ വാക്ക് അനുസരിക്കാൻ കഴിയില്ലെന്നർത്ഥം. അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല അനന്തു. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളണം. ഈ വിശ്വംഭരൻ്റെ വാക്കനുസരിക്കാൻ കഴിയാത്തവരൊന്നും ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. വിശ്വേട്ടാ, എന്താ ഇത്? അവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞെന്ന് കരുതി നമ്മളും എടുത്തു ചാടി ഇങ്ങനെയൊക്കെയാണോ തീരുമാനിക്കേണ്ടത്? അമ്മ രേണുകയും അവർക്കിടയിലെ സംസാരത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അച്ചുവും അനന്തുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നു. അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് അച്ഛാ. പെട്ടെന്ന് എടുത്തുചാടി ഇങ്ങനെയൊക്കെ തീരുമാനിക്കണോ? അനന്തുവിനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അച്ഛാ. വേണ്ട അച്ചുവേട്ടാ, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പക്വതയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങളാരും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ചിലപ്പോൾ കൈലാസത്തിലുള്ള നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു പാവം പെൺകുട്ടിയെ സഹായിച്ചെന്ന് കരുതി സ്വന്തം മകനിലുള്ള വിശ്വാസം അച്ഛന് നഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയാനോ ഇവിടെ നിൽക്കാനോ എനിക്കും താല്പര്യമില്ല. അനന്തു! വിശ്വംഭരൻ അവനെ നോക്കി പെട്ടെന്ന് അലറി വിളിച്ചു. വേണ്ട അച്ഛാ, അച്ഛൻ എപ്പോഴും ഭദ്രയുടെ വാക്കുകളെ മാത്രമേ വിശ്വാസത്തിലെടുക്കാറുള്ളൂ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാ ഇതൊക്കെ. അച്ഛൻ്റെ കണ്ണിൽ ഈ അനന്തു ചെയ്യുന്നതൊക്കെ തെറ്റുകൾ മാത്രമായിട്ടേ എന്നും കണ്ടിട്ടുള്ളൂ. എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ഉറച്ച തീരുമാനത്തോടെ അനന്തു അതും പറഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഭദ്രയുടെ അടിവയറ്റിൽ നിന്നും ഒരു കാളൽ അനുഭവപ്പെട്ടു. മനസ്സാകെ മൂടിക്കെട്ടിയതുപോലെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അവളാകെ പതറിപ്പോയി. ഈശ്വര, തൻ്റെ പ്രവൃത്തി അബദ്ധത്തിലേക്കാണോ കൊണ്ടെത്തിച്ചത്? അനന്തുവേട്ടൻ ഇവിടുന്ന് പോയാൽ പിന്നെ ഞങ്ങളുടെ വിവാഹം, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം എല്ലാം തകർന്നു പോവില്ലേ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അമ്മാമ്മയുടെ വാക്കുകൾ അനന്തുവേട്ടൻ അനുസരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ആ നാശം പിടിച്ചവളെ ഓർഫനേജിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കണമെന്ന് കരുതിയ ഇങ്ങനെയൊക്കെ പെരുമാറുകയും ചെയ്തത്. ഇതിപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലായല്ലോ.
അവൾ ചിന്തിച്ചു തീരുന്നതിന് മുമ്പേ അനന്ത് ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. പോകാനായി ഒരുങ്ങിയിറങ്ങിയ തൻ്റെ മകനെ കണ്ട് ഞെട്ടലും സങ്കടവും സഹിക്കാനാവാതെ രേണു അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ വേഗം തടഞ്ഞു പിടിച്ചുകൊണ്ട് അലറി. എന്താടാ അനന്തു ഇതൊക്കെ? അച്ഛൻ എന്തേലും പറഞ്ഞെന്ന് കരുതി നീ ഉടനെ ഇങ്ങനെ ഇറങ്ങി പോവാണോടാ വേണ്ടേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാം കേട്ട് ഇവിടെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു അനന്തുവിനെയാണോ അമ്മയ്ക്ക് കാണേണ്ടത്? അതെന്തായാലും ഇനി നടക്കില്ല. ഈ അനന്തുവിനെ അതിന് കിട്ടേയില്ല. അവൻ അച്ഛനെ നോക്കി അത് പറയവേ അയാളും തിരിച്ചു പുച്ഛത്തോടെ അവനെയൊന്ന് നോക്കി. ആ, എന്തിനാ രേണു നാണമില്ലാതെ നീ അവൻ്റെ കാല് പിടിക്കുന്നത്? നിനക്ക് ചെലവ് തരുന്നത് ഈ ഞാനാണ്, അവനല്ല. പുകഞ്ഞ കൊള്ളിയൊക്കെ എന്ന് പുറത്തേക്കിടക്കൂ എന്ന് നിനക്കും അറിയാവുന്നതല്ലേ രേണു? വിശ്വേട്ടാ, ദയവ് ചെയ്ത് നമ്മുടെ മോനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. അവനോട് ഇവിടുന്ന് പോകരുതെന്ന് പറ വിശ്വേട്ടാ. ചങ്ക് പിടയുന്ന വേദനയോടെ രേണു നിൽപ്പ് തുടരുന്നതിനിടയിൽ തന്നെ തടഞ്ഞു പിടിച്ച അമ്മയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ടവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയെന്ന് കണ്ടതും കാര്യങ്ങളൊക്കെ കൈവിട്ട അവസ്ഥയിലെത്തിയല്ലോ എന്ന പരിഭ്രമത്തോടെ ഭദ്രവേഗം വിശ്വംഭരൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.